മൂകാംബികയിലെത്തി. ഇപ്പം മൂകാംബികയിലെത്തിയിട്ട് ഞങ്ങൾക്ക് അധികം സമയമില്ല, ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. വന്നെത്തി ഞങ്ങൾ റൂം എടുത്തു. പക്ഷേ 2:30, ഇന്ന് കുറച്ച് മഴയുള്ളതുകൊണ്ട് 2:30 വരെ ഇന്ന് ജീപ്പുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ജീപ്പ് പിടിക്കണം, കുടജാദ്രിയിലേക്ക് പോകാം. എന്തായിരുന്നാലും ഇപ്പം ഞങ്ങൾ നേരെ കുടജാദ്രിയിലേക്ക് പോവുകയാണ്. നമുക്ക് ആ യാത്രകൾ കാണാം. നല്ല കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങൾ കുടജാദ്രിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. പെരുമഴയിൽ കൂട്ടുകാരുമായുള്ള ഈ യാത്ര വല്ലാത്തൊരു അനുഭൂതിയാണ്. കളിചിരിയും തമാശയുമായി അങ്ങനെ കുടജാദ്രിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ആളൊന്നിന് 470 രൂപ വെച്ചാണ് ജീപ്പിന് വാടക. അതിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ അടയ്ക്കേണ്ട 70 രൂപയും ഉൾപ്പെടും. ജീപ്പ് വാടക 400 രൂപയാണ്. ഒരു ജീപ്പിൽ 8 പേരെയാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾ 5 പേര് ചേർന്ന് പ്രത്യേക ഒരു ജീപ്പ് എടുത്തു. റേറ്റ് ഞങ്ങളുടെ നിന്ന് അവർ മേടിച്ചത് 3550 രൂപയാണ്. ഏതായാലും കുടജാദ്രിയിലേക്കുള്ള യാത്രയോടൊപ്പം നമുക്ക് കുറച്ച് ഐതിഹ്യങ്ങൾ പറയാം. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 38 കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര. കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരനെ പരീക്ഷിക്കാൻ ഉറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെ ഉണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂലിംഗത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശങ്കരാചാര്യരുടെ നിർബന്ധത്തിന് വഴങ്ങി കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ സമയത്ത് താൻ കുടികൊള്ളുമെന്ന് ദേവി അറിയിച്ചു എന്നാണ് കഥ. തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ തുറന്ന് നിർമ്മാല്യവും അഭിഷേകവും കഴിഞ്ഞാണ്. പലതരം സസ്യലതാദികളാലും സൗപർണിക നദിയുടെ ഉദ്ഭവസ്ഥാനം എന്നതിലും കുടജാദ്രി വളരെ സവിശേഷതകളുള്ള ഒരിടമാണ്. ഇവിടെ ആദിശങ്കരൻ തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കാണാം. വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലമാണ് കുടജാദ്രി. അതികഠിനമായ ഈ മലനിരകൾ അംബാവനത്തിൽ മൂകാംബികയിൽ നിന്നും 40 കിലോമീറ്ററോളം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീമൂലസ്ഥാനത്തിനടുത്താണ് ജീപ്പുകൾ നിർത്തിയത്. ഇനി അങ്ങോട്ട് ഏകദേശം 1.5 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കയറണം. പഞ്ചമുഖി ഗണപതിയെ വണങ്ങി വേണം സർവജ്ഞപീഠം കയറാൻ. മഴയായതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. നമ്മൾ കുടജാദ്രി എത്തി. മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാണോ കമാൻഡോ ടീംസ് എല്ലാം ഉണ്ട്. അപ്പോൾ മല കയറി കൂടുതൽ കാഴ്ചയാണ്.
മഴയായതുകൊണ്ടാവാം കോടമഞ്ഞിറങ്ങി ഒരു പ്രത്യേക വൈബ്. വരുന്നുണ്ട്. ചാർജ് ഇപ്പോഴേ തീർന്നു. അറ്റം വരുന്നവൻ ഏറെക്കുറെ ചാർജ് തീർന്നു. ഫ്രണ്ടിൽ പോണോ എവിടെ ചെന്ന് ചാർജ് തീർന്ന് നിൽക്കുമെന്നു. ഓർമ്മ വെച്ച കാലം മുതൽ കൂടെ കൂടിയ കൂട്ടുകാരുമായി ഇവിടെ വന്നതുകൊണ്ടാവാം മനസ്സിലുണ്ടായ സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ചെറിയ വഴിയാണ് നടക്കുന്നത്. ഒരു സൈഡില് ഇങ്ങനെ മല, ഒരു സൈഡിൽ കൊക്കി. ദുഃഖങ്ങളെല്ലാം മറന്ന് കുറച്ചു നേരം നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നടന്ന ഒരു അനുഭൂതി. അങ്ങനെ ആ കോടമഞ്ഞിനിടയിലൂടെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടു തുടങ്ങി. ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞ പീഠം. കുറച്ചുനേരം അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരികെ ഇറങ്ങാൻ തുടങ്ങി. കോടമഞ്ഞ് മാറി തുടങ്ങിയെങ്കിൽ താഴ്വര കാണാമായിരുന്നു. പക്ഷേ ഇപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഞങ്ങൾ. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഗണേശ ഗുഹയിൽ ദർശനം നടത്തി. പക്ഷേ നമുക്കായി പ്രകൃതി കാഴ്ചയുടെ വസന്തം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. കോടമഞ്ഞ് പതിയെ മാറി തുടങ്ങി. താഴ്വരയുടെ സുന്ദരമായ ദൃശ്യം കൂടുതൽ വ്യക്തമായി തുടങ്ങി. ദൂരെയുള്ള മലനിരകളെല്ലാം നല്ലവണ്ണം ദൃശ്യമായി തുടങ്ങി. ഈ കാഴ്ച കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ നേരത്തെ വന്നപ്പോൾ കോട കയറി കിടന്ന സ്ഥലമാണ്. കോട മാറിയപ്പോഴത്തേക്കുള്ള അവസ്ഥ നൈസ്. ഇനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾ ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഈ വൈബും വിട്ടു പോകാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷേ തിരിച്ചു പോയേ പറ്റൂ. സ്ഥിരമായി കുടജാദ്രിയിലേക്ക് പോകുന്ന പലരെയും അറിയാം. എന്തുകൊണ്ടാണ് അവർ നിരന്തരമായി ഇവിടെ വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്നു നോക്കിയാൽ മതിയാകും. ഇനിയും ഇവിടെ വരുമെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇനി മൂകാംബിക സന്നിധിയിലെത്തണമെന്ന ലക്ഷ്യം മാത്രം.